എന്ത് പ്രതിസന്ധി വന്നാലും സ്വന്തം ജനതയെ ബാധിക്കാതിരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച അതിശക്തമായ നയതന്ത്ര ഇടപെടലുകളും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള തീരുമാനങ്ങളുമാണ് രാജ്യത്തെ ഇന്ന് മറ്റ് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ തല ഉയർത്തി നിർത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോഴും ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി നടക്കുമ്പോഴും ഇന്ത്യയിൽ ഇന്ധനക്ഷാമമോ വിലക്കയറ്റമോ ഉണ്ടായിട്ടില്ല. ഇന്ധനവില കുതിച്ചുയർന്നതുമില്ല, പെട്രോൾ പമ്പുകൾ അടഞ്ഞുകിടക്കുന്നതുമില്ല. ഇതിന് പിന്നിലെ ഒരേ ഒരു ഉത്തരം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയാണ്. ഇതൊക്കെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാൻ വേണ്ടി മാത്രമാണ് ഇന്ധനക്ഷാമം എന്ന ഒരു വലിയ പ്രതിസന്ധി ചൂണ്ടിക്കാണിക്കുന്നത്. നോക്കൂ, രാജ്യത്ത് അപ്രതീക്ഷിതമായി ഏത് വലിയ പ്രതിസന്ധി ഉണ്ടായാലും അതിനെ അതിജീവിക്കാൻ 74 ദിവസത്തേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും പ്രകൃതിവാതകത്തിന്റെയും കരുതൽ ശേഖരം മോദി സർക്കാർ മുൻകൂട്ടി ഉറപ്പാക്കിയിട്ടുണ്ട്. യുദ്ധമേഖലയായ ഹോർമോസ് കടലിടുക്കിൽ ഇറാൻ മറ്റു കപ്പലുകൾ തടഞ്ഞപ്പോഴും ഇന്ത്യൻ ചരക്കു കപ്പലുകളെ സുരക്ഷിതമായി കടത്തിവിട്ടത് ലോക രാജ്യങ്ങൾ തന്നെ അമ്പരപ്പിച്ചു കളഞ്ഞു. അത് തന്നെയാണ് ഒരു രാജ്യത്തിന്റെ വിദേശ നയതന്ത്ര വിജയമെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. മുൻകാലങ്ങളിൽ ഇന്ധനത്തിനായി ഗൾഫ് രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നാണ് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത്. ഇത് ഗൾഫ് മേഖലയിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും നമ്മളെ ബാധിക്കാതിരിക്കാൻ വളരെയധികം സഹായിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ രാജ്യ താല്പര്യം മാത്രം മുൻനിർത്തി റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങിച്ച് മോദിയുടെ നയതന്ത്രം ഇന്ത്യക്ക് ഉണ്ടാക്കി കൊടുത്തത് വലിയ സാമ്പത്തിക നേട്ടമാണ്. ഇപ്പോഴത്തെ ആഗോള ഇന്ധന പ്രതിസന്ധി യൂറോപ്യൻ രാജ്യങ്ങളെയും സിംഗപ്പൂർ പോലെയുള്ള അതിസമ്പന്ന രാജ്യങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. അയൽ രാജ്യമായ പാകിസ്ഥാനിലാകട്ടെ ഇന്ധനക്ഷാമം കാരണം സ്കൂളുകളും ഓഫീസുകളും അടച്ചിടുകയും ജീവനക്കാർക്ക് വർക്ക് ഫ്രം ഹോം സംവിധാനം ഏർപ്പാടാക്കുകയും ചെയ്തു. ഈ സ്ഥാനത്താണ് ഇന്ത്യ യാതൊരു കുലുക്കവുമില്ലാതെ മുന്നോട്ട് പോകുന്നത്. കൂടാതെ നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക, മാൽഡിവ്സ്, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഇന്ത്യയെ ആശ്രയിക്കേണ്ട സാഹചര്യത്തിലേക്ക് കൂടി നാം വളർന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ന് രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ രാപ്പകൽ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ഭീതി പടർത്തുന്ന രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഇന്ധനക്ഷാമമുണ്ടെന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സ്ഥാനങ്ങൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പ്രതിസന്ധി ഉണ്ടെന്ന് ബോധപൂർവം സൃഷ്ടിക്കുന്നു. പെട്രോൾ പമ്പുകളിലും ഗ്യാസ് ഏജൻസികളിലും ജനങ്ങളെ ക്യൂ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ തിരക്ക് വർദ്ധിപ്പിക്കാനും അതുവഴി സാധനങ്ങൾ കരിഞ്ചന്തയിലൂടെ വലിയ വിലയ്ക്ക് മറിച്ചു വിൽക്കാനുമുള്ള മാഫിയയ്ക്ക് ഇവർ തണലൊരുക്കുന്നു. ഒരു ഗ്യാസ് സിലിണ്ടറിനായി ദിവസങ്ങളോളം കാത്തു നിൽക്കേണ്ടി വന്ന കാലം കഴിഞ്ഞുപോയി. അനാവശ്യമായ പ്രചരണങ്ങൾ പറഞ്ഞു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ഈ നടക്കുന്നതെന്ന് പകൽ പോലെ വ്യക്തം.